പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോവുകയാണ്. Dear brothers and sisters, the 18th Lok Sabha elections to be held in Kerala on the 26th of April is going to be the most decisive one in the history of independent India, because the future of democracy in India as we know it is at stake. Whether India will remain a secular democratic republic will be decided by this election. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഏപ്രിൽ മാസം 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യൻ ജനാധിപത്യം അത്രമേൽ അപകടത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യമായി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. For the past 10 years of the Modi government's rule, we have seen a big attack on democracy and to undermine the parliamentary democratic system that we have under the constitution. We have seen how the BJP and the Modi government are doing everything to suppress the opposition. Just before the announcement of these elections, we saw the unprecedented situation where two elected chief ministers, Arvind Kejriwal, the Delhi chief minister, and Hemant Soren, the Jharkhand chief minister, have been arrested and put in jail. കഴിഞ്ഞ 10 വർഷത്തെ മോദിയുടെ ഭരണകാലത്ത് സമാനതകളില്ലാത്ത വിധം ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടത്തെ, അക്രമത്തെ നേരിടുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷികളായി. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യം അങ്ങേയറ്റം അപകടത്തിൽപ്പെട്ടിട്ടുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഈ രാജ്യത്തെ BJPയും നരേന്ദ്രമോദിയും രാജ്യത്തെ പ്രതിപക്ഷത്തെ ആകെ ഇല്ലാതാക്കുവാൻ ആവശ്യമായ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഇത്രമേൽ വേട്ടയാടിയിട്ടുള്ള ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. At the same time, the BJP Modi regime has launched a big attack on secularism in our country. Under the guidance of the RSS, the Modi government has taken various steps to undermine the secular character of our Indian state and its institutions. They are now declared that if they win this election, they will go towards the creation of a Hindu Rashtra. What that would mean is replacing the Constitution of India, which is framed by people like Dr. Ambedkar, and instead have a Hindu Rashtra in which all minorities will be treated as second-class citizens. അതേസമയം ഈ രാജ്യത്തെ മതനിരപേക്ഷതയും വലിയ അപകടം നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. RSSന്റെ നിർദ്ദേശപ്രകാരം BJPയും മോദിയും ഈ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കുവാൻ സാധ്യമായ എല്ലാ നടപടികളും എടുക്കുന്നത്, വ്യത്യസ്തമായ നടപടികൾ എടുക്കുന്നതിന് നമ്മൾ സാക്ഷിയായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വീണ്ടും തങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാറ്റിവെച്ച് അതിനെ ഇല്ലാതാക്കി അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയെ
ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ ഹിന്ദു രാഷ്ട്രം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് മാത്രം പരിഗണിക്കുന്ന ഒരു മതരാഷ്ട്രമായിരിക്കും. But though they talk about Hindu Rashtra and how they want to see the progress of the Hindu community here, the real character of the Modi government and the BJP has been exposed by the record in government in the past 10 years. When they talk about Hindus, they're not talking about the ordinary farmers, the peasants, the agricultural workers, the working class, and ordinary people who are earning their livelihood through their own toil and labor. When they talk about a Hindu Rashtra, it means a Rashtra for the Ambanis and the Adanis and the Bidlas, the big corporates and capitalists who have prospered, who have become much more wealthier and richer in the past 10 years. ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നും അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ റെക്കോർഡ് നമ്മളെ കാണിച്ചു നൽകുന്നുണ്ട്. ഏത് ഹിന്ദുക്കളെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർ സംസാരിക്കുന്നത് കർഷകരായ തൊഴിലാളികളായ കർഷക തൊഴിലാളികളായ മണ്ണിൽ അധ്വാനിച്ച് വിയർപ്പൊറ്റി ജീവിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ചിട്ടല്ല, മറിച്ച് അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ളവരുടെ ഒരു രാഷ്ട്രത്തെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ സമ്പത്താകെ കൈയടക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ളതാണ് അവരുടെ ഹിന്ദു രാഷ്ട്ര സങ്കല്പം. As a result of these pro-corporate policies, we see the results of this, that is growing unemployment in our country. At no time has unemployment rate has been so high as now in the past 45 years. And the worst part is that out of the total unemployed people in this country, 83% are youth. And therefore, while Modi talks about making India the third biggest economic power in the world, the fact is that India will also have the largest unemployed number of people in the world. ഈ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുടെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലേക്ക് ഈ രാജ്യം കടന്നുപോയിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലാത്ത ജനങ്ങളിൽ 83% ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്, യുവാക്കളായിട്ടുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അത് എന്ന് വെച്ചാൽ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റും എന്ന് മോദി പറയുമ്പോൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന നാടുമായിട്ട് കൂടി ഇന്ത്യ മാറുകയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. The other major problem which has been created by this Modi government's policies is the continuous price rise for all essential commodities. A price rise which has led to the erosion of the real incomes of the people. And the reason for this inflation and price rise is the big increases that the central government has imposed through taxes and cesses on petrol and diesel. That is the single biggest reason for the continuing increase in inflation and price rise. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റമാണ്. തുടർച്ചയായിട്ടുള്ള വിലക്കയറ്റമാണ്, അവശ്യ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റമാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ വരുമാനത്തെ ഇടിക്കുന്ന തരത്തിലേക്ക് വിലക്കയറ്റം കുതിച്ചുയർന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വിലക്കയറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നികുതി വർധനവിലൂടെ, വ്യത്യസ്തമായ സെസ്സുകളിലൂടെ പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റമാണ്. അതിന്റെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള പണപ്പെരുപ്പമാണ്. ഈ നയങ്ങളാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്നിട്ടുള്ള വിലക്കയറ്റത്തിന് കാരണമായിട്ട് മാറിയിട്ടുള്ളത്. Narendra Modi is going around in this election campaign and his main attack on the opposition parties is that they are a group of corrupt parties.
and the India bloc of parties that has been formed to protect their corruption. This is coming from the mouth of a person who has presided over the biggest bribery and extortion racket being conducted in India. That is the electoral bonds scheme. We have seen how the BJP has made 8,252 crores of rupees through electoral bonds in the last 6 years. And the scheme was devised in such a way that corporates and capitalists can pay bribes through electoral bonds to the BJP, and they will get licenses and contracts that they want in return. Or those companies who would not give donations to the BJP will face raids by the Enforcement Directorate and Income Tax. And after the raids, you will find that they have paid money through the electoral bonds, and then the cases will be closed. 8,252 crores was made by the BJP in this way. And then Modi turns around and accuses the opposition parties of indulging in corrupt practices. മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അഴിമതി നടത്തുന്ന പാർട്ടികളുടെ ഒരു സംഘമാണ് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി എന്നുള്ളത് അഴിമതിക്കാരായിട്ടുള്ള പാർട്ടികളുടെ ഒരു സംഘമാണ് എന്നുള്ളതാണ്. ആരുടെ നാവിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയ്ക്ക് പിടിച്ചുപറിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മുന്നണിയുടെ നേതാവിന്റെ കയ്യിൽ നിന്നാണ്. ആ കൊള്ളയുടെ പേരാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ പേരിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ആ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ മാത്രം 8,252 കോടി രൂപയാണ് BJP അവരുടെ അക്കൗണ്ടിലേക്ക് കൈക്കലാക്കിയിട്ടുള്ളത് വെറും 6 വർഷം കൊണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ പണം വരുന്നത്? രാജ്യത്തെ വലിയ കമ്പനികൾ, കോർപ്പറേറ്റുകൾ ആദ്യം BJPക്ക് പണം നൽകും, ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകും. അങ്ങനെ സംഭാവന നൽകിയവർക്ക് വ്യത്യസ്തമായ ലൈസൻസുകളും കരാറുകളും ഗവൺമെന്റ് തിരിച്ചു നൽകും. ഇനി പണം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത കമ്പനികൾ ഉണ്ടെങ്കിൽ ആ കമ്പനികളിലേക്ക് ED അയച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസി അയച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തും, അവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തും. ഇങ്ങനെ ED വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല കമ്പനികളും ആ അന്വേഷണം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് BJPക്ക് പണം നൽകും. ഇങ്ങനെ 8,252 കോടി രൂപ കൊള്ളയടിച്ചിട്ടുള്ള, കൊള്ളപ്പണം സമ്പാദിച്ചിട്ടുള്ള പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെ BJP എന്നുള്ളത്. അവരാണ് അഴിമതിയെ കുറിച്ച് ഇന്ന് വാചാലമാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. I want to remind all of you that there was only one national political party which declared that we will not accept these electoral bonds. We are opposed to this electoral bonds, and it is the CPIM which went to the Supreme Court in 2018 and filed a petition challenging these electoral bonds, saying that it is a legitimization of political corruption. For 6 years, we fought this case in the Supreme Court, and the Supreme Court finally declared these bonds as unconstitutional and illegal, and ordered the State Bank to give all the details of the bonds. So it is due to the struggle of the CPI that these electoral bonds was declared illegal, and the way this bribery and extortion racket was conducted has been exposed fully now. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം സ്വീകരിക്കില്ലാതെന്നും അതിനെ ഞങ്ങൾ എതിർക്കുമെന്നും പ്രഖ്യാപിച്ച ഒരേ ഒരു ദേശീയ പാർട്ടി അത് CPIM ആണ്. എന്ന് മാത്രമല്ല, 2018 സുപ്രീം കോടതിയിൽ കേസിന് പോവുകയും ഈ ഇലക്ട്രൽ ബോണ്ടിനെ വെല്ലുവിളിക്കുകയും ചെയ്ത് അതിനെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു. ആ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് 6 വർഷം നീണ്ട
നിരന്തരമായ തുടർച്ചയായ ശക്തമായിട്ടുള്ള ആ പോരാട്ടത്തിന്റെ ഒടുവിലാണ് സുപ്രീം കോടതിക്ക് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നതും SBIയോട് അതിന്റെ കണക്കുകൾ മുഴുവൻ നാടിനെ ബോധിപ്പിക്കണം എന്ന് പറയേണ്ടി വരികയും ചെയ്തത് CPM നടത്തിയിട്ടുള്ള ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത് ഈ കൊള്ളപ്പണത്തെ, ഈ കള്ള കച്ചവടത്തെ തുറന്നു കാട്ടുന്നത് CPM ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരത്തിന്റെ ഫലമായിട്ടാണ്. It is also a fact that apart from the BJP, which benefited the most from this corrupt scheme, the Congress party also took the bonds when they were given to them. They got 1,800 crores only compared to the 8,200 crores of the BJP. Now we know also, because every bond's detail has come, which company or capitalist has paid whom. So soon the Congress party will also have to answer why they accepted this money from so and so company. Because just like the BJP being in power at the center extorted money from the corporates, in some states where the Congress was in state government, they have also utilized this bond scheme to receive money from corporates and capitalists and return their favors to them. But that's not the major story today. The point I am making is that the fight against Modi government's corruption was conducted by the CPIM and the left parties. This is the point I would like to make. മറ്റൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് BJPക്ക് പുറമെ 8,252 കോടി രൂപ കള്ളപ്പണം വാങ്ങിക്കൂട്ടിയിട്ടുള്ള BJPക്ക് പുറമെ കോൺഗ്രസിനും 1,800 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇലക്ട്രൽ ബോണ്ടിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആർക്ക് എപ്പോൾ എത്ര പണം നൽകി എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. കോൺഗ്രസുകാർ നിശ്ചയമായിട്ടും മറുപടി പറയണം. നിങ്ങൾ എന്തിനാണ് ഈ കമ്പനികളിൽ നിന്നും, കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയതെന്ന് ഈ നാടിനോട് തുറന്നു പറയാനുള്ള ബാധ്യത കോൺഗ്രസുകാർക്ക് ഉണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് BJP ഈ പണം മുഴുവൻ കൈക്കലാക്കിയിട്ടുള്ളത് എങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ തങ്ങൾക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളിൽ നിന്നും സമ്പന്നന്മാരിൽ നിന്നും പണം കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, മോദിയുടെ അഴിമതിക്കെതിരായിട്ടുള്ള സമരം, പോരാട്ടം ഇന്ത്യയിൽ ആത്മാർത്ഥമായി നടത്തിയത് ഇന്ത്യയിലെ CPM-ഉം ഇടതുപക്ഷവുമാണ് എന്നുള്ളതാണ് ഈ വസ്തുതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. So in this situation where the BJP and the Modi government are bent upon finishing off democracy in India, are bent upon finishing off secularism in India, and wants to establish a one-party authoritarian state in which all other states of the Indian Union will be deprived of their rights. The most important question before the people is that you need the most consistent and most fearless fighters against the BJP and the RSS in Parliament, and that will be the left party. So without having a strong left party presence in the Lok Sabha, it will not be possible to have an alternative secular government after removing the BJP. It will not be possible to have an alternative government which will follow pro-people policies. And it will also be necessary to have a strong left in the Lok Sabha if the rights of the states like Kerala are to be protected and defended. ഈ സാഹചര്യത്തിലാണ്
ബിജെപിയുടെയും മോദി ഗവൺമെന്റിന്റെയും ജനാധിപത്യ വിരുദ്ധ നടപടികളെ അവസാനിപ്പിക്കാൻ മതനിരപേക്ഷതയ്ക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഒരു ഏക പാർട്ടി സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ ഉണ്ടാക്കുവാനും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് ഈ ജനങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഈ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഭയരഹിതമായി ഏറ്റവും തുടർച്ചയായി ഇടവേളകളില്ലാതെ നടത്തുന്നത് ആരാണ് എന്നുള്ളതാണ്. അങ്ങനെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇടവേളകളില്ലാതെ തുടർച്ചയായി കരുത്തോടെ നടത്തുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് വർദ്ധിപ്പിക്കുക എന്നതിലൂടെയാണ് ഒരു ബദൽ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധ്യമാവുക. ആ ബദൽ ഗവൺമെന്റ് ജനപക്ഷ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ, ആ ബദൽ ഗവൺമെന്റ് മതനിരപേക്ഷത സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ, ആ ബദൽ ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ കേരളത്തിന്റെ ഉൾപ്പെടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ കരുത്ത് അംഗസംഖ്യ വർദ്ധിക്കേണ്ടതുണ്ട്. All the major secular opposition parties have come together on one platform with the single purpose of defeating the BJP, and that is the India bloc of parties. The left parties are there, many of the big important regional parties are there, and the Congress party is also there. But in fighting to defeat the BJP, we have to recognize that the role of all these parties are important, because the past experiences that the Congress party by itself is not in a position to fight the BJP and defeat them. You have the experience of the last parliament elections 2019, when the people of Kerala thought that it will be the Congress party which will be the major player in the fight against BJP to defeat it and to replace it at the center. That is why the people gave a big mandate to the Congress and the UDF from Kerala, and 18 UDF MPs are there now in the Lok Sabha. But what is the experience of the past 5 years? Where is the Congress party in the fight against the BJP now? You go to the map of India and see all the northern states and western India. In the states where the main fight was between BJP and Congress, in every election after 2019, the BJP has defeated the Congress badly. Not only that, in state after state, leaders of the Congress party down to their ranks have deserted the Congress party and joined hands with the BJP. This is because the Congress party is not able to politically and ideologically fight the BJP and the RSS. മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും ഒത്തുചേർന്നുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അണിനിരന്നിരിക്കുകയാണ്. ആ ലക്ഷ്യം BJPയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെയാണ് ഇന്ത്യ മുന്നണി എന്ന സംവിധാനം സാധ്യമാകുന്നത്. ആ ഇന്ത്യ മുന്നണിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പ്രാദേശിക പാർട്ടികളുണ്ട്, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അതിന്റെ കൂടെ തന്നെ കോൺഗ്രസും അതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും ഇതിനെ ശക്തിപ്പെടുത്തുന്നതിൽ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ ഒരേ പ്രാധാന്യമുണ്ട്, തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ഒരു പഴയ അനുഭവമുണ്ട്, മുൻ അനുഭവമുണ്ട്. ആ അനുഭവം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഈ വെല്ലുവിളിയെ നേരിടുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ശേഷിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ധരിച്ചത് ഈ രാജ്യത്തെ BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി
വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ നാട്ടിൽ നിന്നും 18 എംപിമാരെ UDF എംപിമാർ ഇപ്പോൾ 18 ആളുകൾ പാർലമെന്റിലുണ്ട്. അവർക്ക് വലിയ വിജയം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ ഈ നാടിന്റെ അനുഭവം? എവിടെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കുക. അതിന്റെ വടക്കൻ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ ഇന്ത്യയുടെയും സംസ്ഥാനങ്ങൾ നോക്കുക. ഈ സംസ്ഥാനങ്ങളിലാണ് ബിജെപിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നത്. എന്നാൽ 2019 ശേഷം ഈ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ മുന്നിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങളിലും 100 കണക്കിന് കോൺഗ്രസുകാർ അവരുടെ നേതാക്കൾ മുതൽ അണികൾ വരെയുള്ളവർ കൂട്ടമായിട്ട് ബിജെപിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ RSSനെയും ബിജെപിയെയും രാഷ്ട്രീയമായും ആശയപരമായും നേരിടുവാനുള്ള കരുത്തില്ലാത്ത ദുർബലമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് എന്നുള്ളതാണ്. Now we find in this election from Kerala a peculiar situation. We have formed this India bloc to fight the BJP, and the main leader of the Congress party, which claims to be spearheading this fight, Sri Rahul Gandhi, he has decided once again to fight from Wayanad. Because the BJP is here in Wayanad, he has to fight the BJP. He can't find any other seat, the 500 and other 41 seats in the Lok Sabha where the BJP exists. He can go and fight the BJP there. He has to choose this seat in Wayanad where the BJP he is going to fight. What is the signal sent in the whole of India? The BJP every day is taunting him. What about Amethi? Why are you not coming here to fight? Why are you not coming to Raebareli? The seat held by Sonia Gandhi, she is retired now. You're not fighting there. You don't want to fight BJP in Uttar Pradesh, in Madhya Pradesh, in Gujarat, in Rajasthan, in Chhattisgarh, in Himachal, not in Gujarat, Maharashtra. Only you find Kerala. A Kerala where already, thanks to the LDF and thanks to the LDF government headed by Comrade Pinarayi Vijayan, we have already closed the account of the BJP in the last assembly election. In 2021, the BJP has got a single seat here, either in the assembly or in the Lok Sabha. So this is the question which is to be posed to the Congress. ഈ തെരഞ്ഞെടുപ്പിന് മുൻപാകെ കേരളത്തിലൊരു പ്രത്യേകവും സവിശേഷവുമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നുണ്ട്. ആ ഇന്ത്യ മുന്നണിയിൽ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ട്. അദ്ദേഹമാണ് ഈ സമരത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് വെപ്പ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം BJP പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വയനാട്ടിൽ വന്നിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. BJP ഏറ്റവും ശക്തമായിട്ടുള്ള നാടാണല്ലോ വയനാട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 541 മറ്റു പാർലമെന്റ് സീറ്റുകളിൽ അദ്ദേഹത്തിന് BJPയെ പരാജയപ്പെടുത്തേണ്ട. അദ്ദേഹം കണ്ടുപിടിച്ച സ്ഥലം, BJPക്കെതിരെ പോരാടാൻ അദ്ദേഹം കണ്ടുപിടിച്ച സ്ഥലം വയനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. BJPക്ക് വിലാസം പോലും ഇല്ലാത്ത വയനാട്ടിൽ വന്ന് BJPക്കെതിരെ പോരാടുന്ന ഒരാളെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ അമേഠിയിലേക്ക് പോകാത്തത്, റായ്ബറേലിയിലേക്ക് പോകാത്തത്? സോണിയാഗാന്ധി തവണ മത്സരിക്കുന്നില്ലല്ലോ റായ്ബറേലിയിൽ, അവിടെ എന്താ നിങ്ങൾ BJPക്കെതിരായ മത്സരത്തിൽ ഇടപെടാത്തത് എന്ന് ആളുകൾ ചോദിക്കുന്നത്. എന്തേ BJP ശക്തമായിട്ടുള്ള ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ മഹാരാഷ്ട്രയിലോ ഹിമാചൽ പ്രദേശിലോ
കോൺഗ്രസിലോ ഒന്നും പോയി BJPയെ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം നിങ്ങൾക്കില്ലാത്തത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹത്തിന് വന്ന് മത്സരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു സ്ഥലമായിട്ട് കേരളം മാറുകയാണ്. ഏതു കേരളം? ഇടതുപക്ഷവും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ഗവൺമെന്റും BJPയുടെ അക്കൗണ്ട് പൂട്ടിപ്പിച്ചിട്ടുള്ള ഈ കേരളത്തിൽ വന്നിട്ട് മത്സരിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ നിയമസഭയിലോ പാർലമെന്റിലേക്കോ ഒരു BJP അംഗത്തെ പോലും തെരഞ്ഞെടുക്കാത്ത ഒരു നാട്ടിൽ നിന്നിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതാവ് ശ്രമിക്കുന്നത്. When Comrade Pinarayi Vijayan asked him two questions during this election campaign. Why are you fighting in Wayanad? Is this the way you're going to fight BJP? Second, why are you not taking a stand on the CA? Why have you not put it in your election manifesto? Are you not willing to take on the BJP on the question of CA? These are valid questions posed in an election campaign, which are political points of criticism. How does Rahul Gandhi respond? He says, why is Pinarayi Vijayan, the Kerala Chief Minister, not being interrogated? Why is he not being put in jail by the Modi government? That means he has made some deal with the Modi government. Is this the level of political discourse expected from the main leader of the Congress party, who says, I am leading the struggle against the BJP, when he is inviting the Modi government and the BJP to come and arrest Pinarayi Vijayan, the Chief Minister of Kerala, just like they have arrested Arvind Kejriwal and Hemant Soren. So this is what is the real issue. Who is fit from Kerala to go to the Lok Sabha? Is it the Congress and the UDF, or is it the left and the LDF? This is the question before the people of Kerala. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത്. ഒന്ന്, അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? ഇവിടെ നിന്നിട്ടാണോ നിങ്ങൾ BJPക്കെതിരായിട്ടുള്ള പോരാട്ടം നയിക്കാൻ വേണ്ടി പോകുന്നത്? ഇങ്ങനെയാണോ നിങ്ങളുടെ BJPക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നായിരുന്നു. രണ്ടാമത് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു നിലപാടും എടുക്കാതെ ഇങ്ങനെ മൗനികളായിട്ടിരിക്കുന്നത് എന്നായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ്. വളരെ നിർണായകമായ ചോദ്യമാണ്. പക്ഷേ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി? രാഹുൽ ഗാന്ധിയുടെ മറുപടി പക്ഷേ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും ജയിലിടാനും നരേന്ദ്രമോദി വരാത്തത് എന്ന ചോദ്യമാണ്, എന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഈ കോൺഗ്രസിന്റെ അവസ്ഥ. BJPയെ നേരിടുന്നു എന്ന് പറയുന്നവരുടെ അവസ്ഥ. അവർക്ക് വേണ്ടത് BJPയും മോഡി ഗവൺമെന്റും അരവിന്ദ് കെജ്രിവാളിനെയും സോറനെയും ജയിലിലിട്ടതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജയിലിലിടണമെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയാണ് BJPക്കെതിരെ അവർ പോരാട്ടം നടത്താൻ വേണ്ടി പോകുന്നത്. ഈ യഥാർത്ഥ വിഷയത്തെ, ഈ വസ്തുതയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആർക്കാണ് സത്യസന്ധമായിട്ട് പാർലമെന്റിലേക്ക് ഈ നാട്ടിൽ നിന്നും ആരെയാണ് നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അത് ഈ സന്ധി ചെയ്യുന്ന UDFനെയാണോ സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തെയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. And finally, the most important point as far as the people of Kerala are concerned. For the past 10 years, there has been a Modi government in power in Delhi. And for the past 8 years, there has been an LDF government in power in Kerala. And because there has been an LDF government in Kerala, it has stopped, it has blocked any effort of the BJP and the RSS to advance its communal agenda here. Because there is a Pinarayi government, a LDF government, they have not accepted the harmful economic pro-corporate policies of the Modi government. And they have implemented a path of development which is
an alternative path, which is a pro-people path of development. And despite all the constraints of a state government, which has very limited resources, it has sought to provide a range of welfare measures for all sections of the people. It has made remarkable progress in strengthening and expanding the public education system and the public health system. It has ensured that women have equal access to education, employment, and other spheres of public life. It is this record and this model which has to be safeguarded and carried forward. And that will also be possible only if the MPs elected from Kerala belong to the LDF. If you have UDF MPs, Congress MPs in the Lok Sabha from Kerala, you can see how the past 5 years they have not lifted their little finger to take up the cause of the people of Kerala, the state of Kerala. They have not joined any protest against the discriminatory policies of the central government. So I appeal to you to ensure that in the elections this time, the verdict which was given in 2019 is completely reversed, and ensure that in all 20 seats, LDF candidates are victorious and go to the Lok Sabha. ഒടുവിലായി പറയുവാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവം കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ കേന്ദ്രത്തിലുള്ള ഭരണത്തിന്റെയും കഴിഞ്ഞ 8 വർഷം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ അനുഭവവും ആണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BJPയുടെയും RSSന്റെയും വർഗീയ അജണ്ടകളെ അതിശക്തമായിട്ട് ചെറുക്കുവാൻ വേണ്ടി കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു, സമരമുണ്ടായിരുന്നു. മാത്രമല്ല ജനകീയമായ ജനപക്ഷ ഒരു വികസന പാത ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജനങ്ങളിലേക്കും ക്ഷേമമെത്തുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പരിമിതികൾക്കിടയിലും എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയ പുരോഗതിയിലേക്ക് കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പൊതുവിദ്യാഭ്യാസമാകട്ടെ, പൊതുജനാരോഗ്യ മേഖലയാകട്ടെ, സ്ത്രീകൾക്ക് തൊഴിലിലും വിദ്യാഭ്യാസത്തിലും പൊതുവിടത്തിലുമുള്ള തുല്യമായിട്ടുള്ള പരിഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാകട്ടെ, ഇതിലെല്ലാം കേരളം മുന്നോട്ട് പോയതായി കാണാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ബദൽ വികസന ജനപക്ഷ മാതൃകയെ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പറ്റണം. അത് സംരക്ഷിക്കപ്പെടണം എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നും മുഴുവൻ സീറ്റുകളിലും ഇടതുപക്ഷത്തിന്റെ എംപിമാർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. എന്താണ് UDFന്റെ എംപിമാർ ചെയ്യുക എന്നുള്ളതിന്റെ അനുഭവം നമുക്കുണ്ട്. കഴിഞ്ഞ 5 വർഷം കേരളത്തിന് വേണ്ടിയോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു ചെറു വിരലനക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്തവരായിരുന്നു UDFന്റെ എംപിമാർ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് നേരെ നടന്ന കേന്ദ്രത്തിന്റെ വിവേചനപരമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൽ അണിചേരാൻ പോലും തയ്യാറാകാത്തവരായിരുന്നു കേരളത്തിലെ UDFന്റെ എംപിമാർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നമുക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി പറ്റണം 2019 ജനവിധിയെ ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് തിരുത്തുന്നുവെന്നും 20 സീറ്റുകളിലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയശ്രീലാളിതരായിട്ട് മാറുന്നുവെന്നും ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. Here in the Vadagara Lok Sabha constituency, the LDF candidate is Comrade Shailaja Teacher. Normally, for the voters of Vadagara constituency, it would be a great honor to have such a candidate representing them in the Lok Sabha. Because Shailaja Teacher has an exceptional record of public service. And also because for all of you in Kerala, we saw how
the role she played when Kerala was afflicted by the deadly pandemic, and she as the health minister performed and worked to ensure the safety and the health of the lives of the people of Kerala. So, in having her as the candidate, what we know and what we know, realize, people understand, is this will be a great privilege to have her as our elected MP from Vadagara. But most shockingly, the opposition here, the UDF, is resorting to the most low-level tactics because they are not able to in any way counter the candidature of Shailaja Teacher politically or through any criticism of her record of public service. They have resorted to these vulgar, cheap tactics of assassinating her character and of using morphed pictures of her to slander her. This is, of course, a criminal offense, and we want the law of the land to take its course. But an important lesson to be learned is that in our society, particularly in Kerala, women who come into public life, irrespective of which political party or affiliation they are, they should not be subject to this type of misogyny, anti-woman attacks. And I hope that the people of, I'm sure that the people of Vadagara will give a fitting reply to such tactics and elect Shailaja Teacher with a huge majority to the Lok Sabha. Thank you. ഈ വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ശൈലജ ടീച്ചറാണ്. സാധാരണയായിട്ട് സംശയങ്ങൾ ഏതുമില്ലാതെ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും, വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുവാൻ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു വ്യക്തി ഉണ്ടാകുന്നത് ഈ നാടിന്റെ അഭിമാനമാണ്, ഈ നാടിന്റെ ആവേശമാണ് എന്നുള്ളത് സാധാരണമായിട്ടുള്ള റെക്കോർഡുകൾ എല്ലാം എടുത്തു കഴിഞ്ഞാലും പൊതുപ്രവർത്തകർക്ക് സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള പ്രവർത്തന മികവിന്റെ ചരിത്രമുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ. നമ്മൾ കണ്ടിട്ടുണ്ട്, ലോകമെമ്പാടും മരണം വിതച്ചിട്ടുള്ള മഹാമാരിയുടെ കാലത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ, ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചിട്ടുള്ള, ഈ നാടിനെ സംരക്ഷിച്ച ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചർ വടകരയുടെ സ്ഥാനാർത്ഥിയായി മാറുക എന്നുള്ളത് ഈ നാടിന്റെ നേട്ടമാണ്, ഈ നാടിന്റെ അഭിമാനമാണ്, ഈ നാടിന്റെ ആവേശമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തരംതാണ കുപ്രചരണങ്ങളിലേക്ക് ഇവിടുത്തെ UDF പ്രചാരകർ കടന്നുപോയത് നമ്മൾ കണ്ടു. ശൈലജ ടീച്ചറെ വസ്തുതകൾ പറഞ്ഞ് നേരിടുവാൻ വേണ്ടിയിട്ട് ശേഷിയില്ലാത്തവർ, രാഷ്ട്രീയമായിട്ട് നേരിടുവാൻ വേണ്ടിയിട്ട് ശേഷിയില്ലാത്തവർ, ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാൻ കരുത്തില്ലാത്തവർ തരംതാണ പ്രചരണങ്ങളിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിലൂടെ ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള അസഭ്യവർഷം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ക്രിമിനൽ കുറ്റമാണ്. ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നും പ്രത്യേകമായി നമുക്ക് പറയാനുള്ളത്, പൊതുപ്രവർത്തനത്തിലേക്കും ജീവിതത്തിലേക്കും വരുന്ന ഒരു സ്ത്രീക്ക് പോലും, അവരേതോ രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഇതുപോലെ അവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിന് ഒരിട പോലും നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കരുത്, അതിനെ സമ്മതിക്കരുത് എന്നുള്ളതാണ്. എനിക്കുറപ്പുണ്ട്, വടകരയുടെ മണ്ണ് ഈ കുപ്രചരണങ്ങൾക്കെതിരായിട്ടുള്ള തക്കതും ശക്തവുമായിട്ടുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നൽകും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശൈലജ ടീച്ചറെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.